ഇന്നലെ 8.5 മില്യൺ, ഇന്നത്തേക്ക് അത് 13 മില്യൺ. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ രാജ്യത്തെ യുവാക്കളുടെ പ്രതിഷേധമല്ലേ ഈ കാണുന്നത്? ഒരു രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് അങ്ങേരുടെ ഒരു വൃത്തികെട്ട ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു രാജ്യത്തെ യുവാക്കളെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു കഴിവില്ലാതായിപ്പോയി. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണ്? ഈ കോക്രോച്ചുകൾ എന്ന് അധിക്ഷേപിക്കപ്പെടുന്ന യൂത്താണ്. അതല്ലെങ്കിൽ സ്വയം വിവരം വിദ്യാഭ്യാസം ഉണ്ട് എന്ന് സ്വയം കരുതപ്പെടുന്ന ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണോ ഇതിൻ്റെയൊക്കെ കാരണം? ഈ പരിഹാസമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പദവിയിലിരിക്കുന്ന ആള് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ സമ്പത്തെന്ന് പറയുന്ന ഒരു യൂത്തിനെ നോക്കി പറയാ, നിങ്ങൾ പാറ്റകളാണ്, ബാക്ടീരിയാസ് ആണ്, അതിനപ്പുറം നിങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വക്കീലന്മാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക. ഒരു ജനാധിപത്യ രാജ്യമല്ലേ ഇന്ത്യ? അവിടെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാമാന്യ മര്യാദ അല്ലേ? അതുപോലും പാലിക്കാണ്ട് ഇങ്ങനത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി വിടാൻ എങ്ങനെ അവർക്കൊക്കെ പറ്റുന്നത്? പിന്നെ ഇവരൊക്കെ പറയുകയാണ് യൂത്ത് ആരും പണിക്ക് പോകുന്നില്ല എന്ന്. ഇവിടെ എന്ത് അവസരങ്ങളാണുള്ളത്? ഇന്ത്യയിലെ അവസരങ്ങളെക്കാൾ 10 ഇരട്ടി അവസരമാണ് പുറത്തുള്ളത്. അതുകൊണ്ടാണ് ഇവരൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മളൊരു കലണ്ടർ എടുത്ത് നോക്കിയാൽ കാണാം, അത്രമാത്രം ആൾക്കാരാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വേണ്ട ഒരു 10 വർഷം കൊണ്ട് തന്നെ ഇന്ത്യ വയോധ്യ ജനങ്ങളെ ഒരു രാജ്യമായിട്ട് മാറും. ആൾക്കാരൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പേടിയില്ലാണ്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ചിന്തിക്കാണ്ട് ഇവിടെയുള്ള ആൾക്കാർ പണിയെടുക്കുന്നില്ല, ഇവരൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയും തോണ്ടി കളിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ അവർക്ക് പറ്റുന്നത്? പിന്നെ സോഷ്യൽ മീഡിയ അത്ര മോശപ്പെട്ടൊരു കാര്യമാണോ? എല്ലാവർക്കും ടി വിയിലും സിനിമയിലും ഒന്നും അഭിനയിക്കാൻ കഴിയില്ല. ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഓരോരോ കല അല്ലെങ്കിൽ ഒരു കഴിവൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം അല്ലേ അത്? അതൊക്കെ യൂസ് ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിലുപരിയായിട്ട് അതിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. എത്ര ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഇൻകം ജനറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്കോപ്പായിട്ട് കാണാണ്ട് അതിൽ ചെയ്യരുത്, അതിൽ സമയം കളയരുത്, അങ്ങനെയൊക്കെ പറയാണോ? ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോലും നമ്മൾ ഇന്ത്യയെ പറ്റുന്നില്ല. ഒരാളൊരു ബിസിനസ് തുടങ്ങാൻ ഇന്ത്യയിലേക്ക് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നോക്കണം? കുറേ റെഡ് ഫ്ലാഗും അങ്ങനത്തെ കുറേ ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അതങ്ങോട്ട് നശിപ്പിക്കുക. അപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കാത്തത് കൊണ്ടാണ് ഇവരൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അതൊന്നും നോക്കാണ്ടേ ഒരു യൂത്തിന് അല്ലെങ്കിൽ ഒരു മൊത്തം ഒരു സൊസൈറ്റീനെ അടച്ചുറച്ച് പറയാം ഇവരിങ്ങനെയാണ്, ഇവർ പാറ്റകളാണ്, ഇവരെ കൊണ്ട് കാര്യമില്ല, ഇവരെ പിടിക്കണം, ജയിലിലിടണം. എന്താണ് ഇവർ ഇതിനെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇനി അതല്ലെങ്കിൽ ഇതിനൊക്കെ കഴിയുന്ന കുറേ ആൾക്കാർ നമ്മളെ രാജ്യത്തുണ്ട്, അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുക. അതൊന്നും ചെയ്യാണ്ട് വെറുതെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി വിട്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവും. നമ്മളെപ്പോലെ ബിസിനസ് ചെയ്യുന്നതും സ്വയം തൊഴിലുകൾ ചെയ്യുന്നതും ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടിൽ, ഒരുപാട് യുവാക്കളുണ്ട്. നമുക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു സങ്കടമാണ്, നമ്മുടെ പ്രതിഷേധമാണ് നമ്മൾ ഈ വീഡിയോയിൽ അറിയിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഇതിനോട് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ഞങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്ക് ഓരോപ്പരം നിൽക്കുകയാണ്, ഓരോ സപ്പോർട്ട് ചെയ്യാണ്. ജയ് കോക്രോച്ച് ജനതാ പാർട്ടി.